മലാപ്പറമ്പ് സ്കൂൾ പൂട്ടരുതെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. സ്കൂൾ പൂട്ടണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് അപ്പീൽ. വിശദാംശങ്ങളുമായി സന്തോഷ് സർലീം ചേരുന്നു. സന്തോഷ്, ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട വസ്തുതകൾക്കും അപ്പുറത്തേക്ക് സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? പ്രജീഷ്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് മലാപ്പറമ്പ് സ്കൂൾ പൂട്ടാനുള്ള അനുമതി വിദ്യാഭ്യാസ വകുപ്പ് നൽകിയത്. ഇത് ഹൈക്കോടതി അംഗീകാരം നൽകുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ അപ്പീലിൽ പ്രധാനമായും ഒരു പ്രധാനപ്പെട്ട ഒരു നിയമവശം ചൂണ്ടിക്കാണിക്കുന്നത് മലാപ്പറമ്പ് സ്കൂൾ ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സ്കൂളാണ്. ഈ ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് ഒരു സ്കൂൾ പൂട്ടുന്നതിന് മുമ്പ് ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ഥലത്തെ തദ്ദേശ വകുപ്പിന്റെ അനുമതി നേടിയെടുക്കണം ഇത് പൂട്ടാനായി. കൂടാതെ AEOയുടെ റിപ്പോർട്ടും ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ഇവർ രണ്ടുപേരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം സംസ്ഥാന സർക്കാരാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. എന്നാൽ മലാപ്പറമ്പ് സ്കൂൾ പൂട്ടുന്ന കാര്യത്തിൽ ഈ നടപടിക്രമങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്ന് ഈ പുതിയ അപേക്ഷയിൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ മലാപ്പറമ്പ് സ്കൂൾ ഇരിക്കുന്നതിന്റെ 3 കിലോമീറ്റർ പരിധിയിൽ മറ്റ് സ്കൂളുകളുമില്ല. അതുകൊണ്ട് തന്നെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ അത് വിദ്യാർത്ഥികൾക്കേറെ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇത് ഒരു നിയമവശം ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും അപ്പീലിൽ വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് കേരളത്തിൽ ഭൂമിക്ക് കനത്ത വിലയാണ് ഉള്ളത്. ഉയർന്ന ഭൂമികളിലാണ് സർക്കാർ സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്കൂളുകൾ പൂട്ടുക എന്നത് റിയൽ എസ്റ്റേറ്റ് താല്പര്യക്കാരുടെ ഒരു ആവശ്യമാണ്. അത്തരക്കാർ സ്കൂളുകൾ പൂട്ടാനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കും. അതായത് സന്തോഷ്, കഴിഞ്ഞ സർക്കാർ ഒരുപക്ഷെ കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ വിഴുങ്ങിയ മൗനം പാലിച്ച പല കാര്യങ്ങളും ഇന്ന് സുപ്രീം കോടതിയിലേക്ക് ഈ സർക്കാർ അല്ലെങ്കിൽ പുതുതായി അധികാരമേറ്റ സർക്കാർ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് കൊണ്ട് ഒരു പ്രതീക്ഷ എന്തായാലും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. പ്രജീഷ, അങ്ങനെ വേണം കരുതാൻ. കാരണം നിയമവശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ മലാപ്പറമ്പ് സ്കൂൾ വിഷയത്തിൽ സർക്കാർ അപ്പീൽ നൽകിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഇതേ ചട്ടങ്ങളൊന്നും അപ്പോഴത്തെ സംസ്ഥാന സർക്കാർ കാണിച്ചിരുന്നില്ല എന്ന പ്രത്യേകതയുമുണ്ട്. അക്കാര്യങ്ങൾ കഴിഞ്ഞ സർക്കാർ ഏതാണോ കാണിക്കാതിരുന്നത് അത് ഇപ്പോഴത്തെ സർക്കാർ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നു. അതുവഴി ഒരു പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഹൈക്കോടതിയിൽ ഈ വിഷയങ്ങളൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുകൂടി വാദം കേട്ടതിന് ശേഷം വേണം തീരുമാനമെടുക്കാൻ എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രധാന ആവശ്യം. കൂടാതെ ഈ വിഷയത്തിൽ മുതിർന്ന അഭിഭാഷകരെ ഹാജരാക്കാനുള്ള ശ്രമങ്ങളും സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. സന്തോഷ് സർലിംഗാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രവാസി മലയാളി ജോയ് വി ജോണിനെ 4 തവണ നിറയൊഴിച്ചാണ് മകൻ കൊന്നതെന്ന് പോലീസ്. കോട്ടയം മുളയ്ക്കരയ്ക്ക് സമീപം കാറിൽ വെച്ചാണ് കൊല നടത്തിയത്. കൊലയുടെ ദൃശ്യങ്ങൾ പ്രതി മൊബൈലിൽ പകർത്തുകയും ചെയ്തു. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഏറെ പ്രമാദമായ കൊലക്കേസിലെ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത്. പ്രതിയുടെ അറസ്റ്റ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ്. മകൻ കൊല ചെയ്ത പ്രവാസി മലയാളി ജോയ് വി ജോണിൻ്റെ മൃതദേഹത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി പോലീസിന് ലഭിക്കുകയുണ്ടായി. ഇന്ന് പുലർച്ചെ തലയുടെ ഭാഗങ്ങൾ കോട്ടയം ചിങ്ങവനത്തിൽ നിന്നും കണ്ടെത്തി. ഉടലിൻ്റെ ഭാഗങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും ലഭിക്കുകയായിരുന്നു. വിശദാംശങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജി, കൂടുതൽ വിവരങ്ങൾ. പ്രജീഷ്, കൊലപാതകത്തിന്റെ പൂർണ്ണമായിട്ടും ചുരുളുകളൊക്കെ തന്നെ അഴിഞ്ഞിരിക്കുന്നു. പോലീസ് വളരെ കൃത്യമായി നടത്തിയ അന്വേഷണത്തിൽ പ്രതി കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് കൂടുതൽ വിവരങ്ങൾ പോലീസിന് പ്രതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയത്തും അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരിയിൽ നടന്ന പരിശോധനയിൽ കൊല്ലപ്പെട്ട ജോയിയുടെ തലയും അതോടൊപ്പം ഉടലുകളും കിട്ടിയിരുന്നു. കൈയും കാലും പുഴയിൽ ഒഴുക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൈയുടെ ഒരു ഭാഗം പുഴയിൽ നിന്നും പുഴയ്ക്ക് സമീപത്തു നിന്നും പോലീസിന് ലഭിച്ചിരുന്നു. ഇപ്പോൾ പ്രതിയുമായി സംഭവ സ്ഥലങ്ങളിലൊക്കെ തന്നെ പോലീസ് തെളിവെടുപ്പ് നടത്തി. അതീവ രഹസ്യമായി കൂടുതൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തെളിവുകൾ ശേഖരിച്ചത്. പൂർണ്ണമായിട്ടും തെളിവുകളൊക്കെ തന്നെ ലഭിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ പ്രതിയുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ പോലീസ് മേധാവി വിശദീകരിക്കും. കഴിഞ്ഞ 2 ദിവസമായി ജില്ലാ പോലീസ് മേധാവി നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ചെങ്ങന്നൂർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കേസിന്റെ ചുരുളുകൾ കഴിഞ്ഞത്. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ
പ്രതി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള മൊഴികളാണ് നൽകിയിരുന്നത്. പ്രതി മൃതദേഹം കത്തിച്ചു കളഞ്ഞു, പുഴയിലൊഴുക്കി, ഇത്തരം കാര്യങ്ങളൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ പ്രതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പോലീസ് ആണ് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. കാറിനുള്ളിൽ വെച്ച് ചെങ്ങന്നൂർ വെച്ച് തന്നെ കാറിനുള്ളിൽ വെച്ച് പിതാവിനെ കൊലപ്പെടുത്തി, അതായത് വെടിയുതിർത്താണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. 4 തവണ വെടിവെച്ചു. അതിനുശേഷം മൃതദേഹം ദഹിപ്പിക്കാൻ അതായത് പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കളയുന്നതിന് ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇതിൽ പൂർണ്ണമായിട്ടും നശിച്ചു പോകാത്ത സാഹചര്യത്തിലാണ് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ മുറിച്ചെടുത്ത് വിവിധ ഭാഗങ്ങളിലായിട്ട് കളഞ്ഞിട്ട് തെളിവുകൾ നശിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമം പ്രതി നടത്തിയത്. എന്നാൽ ഇതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിൽ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. പ്രതി കുറ്റം നടത്തി പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഉച്ചയ്ക്ക് ശേഷം ഇതിന്റെ വിശദാംശങ്ങൾ പോലീസ് മേധാവി വിശദീകരിക്കും. പ്രതീഷ് ഷജഹാനാണ് വിവരങ്ങൾ നൽകിയത്. LNG പദ്ധതിയെ സംബന്ധിച്ച് പെട്രോനൈറ്റ് MDയോട് വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പെട്രോനൈറ്റ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. അദ്ദേഹം വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടി അടുത്ത ദിവസം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ പ്രശ്നം തന്നെയാണ് നമ്മുടെ താല്പര്യം നേരത്തെ പറഞ്ഞതാണ്. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ താല്പര്യവും ടൈം വേണമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ചില വിശദാംശങ്ങൾ തരാൻ വേണ്ടി പറഞ്ഞു. അത് അദ്ദേഹം കൊണ്ടുവരണം. ഓക്കെ. ജിഷ കൊലക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അഭിഭാഷക TB മിനി സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി ഉൾപ്പെടെയുള്ളവയാണ് കോടതി ഇന്ന് പരിഗണിക്കുക. പോലീസിനോട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹർജി നേരത്തെ പരിഗണിക്കവേ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അന്വേഷണം ആവശ്യപ്പെട്ട് നിയമവിദ്യാർത്ഥി MM അജീഷ് സമർപ്പിച്ച ഹർജിയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കലാഭവൻ മണിയുടെ മരണത്തിൻ്റെ അന്വേഷണം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കുമെന്ന് പോലീസ്. മൃതദേഹത്തിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്താനായില്ല. എന്നാൽ ഹൈദരാബാദിൽ നിന്നുള്ള ഫോറൻസിക് റിപ്പോർട്ടിൽ വിഷമദ്യത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. വിഷമദ്യം ശരീരത്തിലെത്തിയത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അന്വേഷണം ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനാകുമെന്നാണ് പോലീസ് കരുതുന്നത്. പയ്യാവൂരിൽ പുഴയിൽ മുങ്ങി മരിച്ച 5 കുട്ടികളുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കും. മൃതദേഹങ്ങൾ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, നാടിനെ നടുക്കിയ സംഭവം, ഇനി സംസ്കാര ചടങ്ങുകളൊക്കെ എപ്പോഴായിരിക്കും? പ്രജീഷ്, പയ്യാവൂർ ചമദ്വച്ചാൽ പുഴയിൽ മുങ്ങി മരിച്ച 5 കുട്ടികളുടെ മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും 10:30 പയ്യാവൂർ സെന്റ് ആൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എത്തിച്ചിരിക്കുകയാണ്. സർക്കാർ ഇടപെട്ട് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കിയിരുന്നു. മൃതദേഹങ്ങൾ ഇപ്പോൾ സ്കൂൾ മുറ്റത്ത് പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. മരണപ്പെട്ട ഒരുജയും സഫാനും പഠിച്ച സ്കൂളാണിത്. കുട്ടികൾക്ക് അന്ത്യയാത്രാ മൊഴി നൽകാനായി പടിയൂർ, പയ്യാവൂർ പഞ്ചായത്തുകളിലെ 100 കണക്കിന് ആളുകളാണ് സ്കൂൾ മുറ്റത്ത് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് പള്ളി ഗായക സംഘത്തിലടക്കം ഉണ്ടായിരുന്ന കലാപ്രവർത്തനങ്ങൾ മുന്നിട്ട് നിന്നിരുന്ന കുട്ടികളെ അവസാനമായി ഒരു നോക്ക് കാണാൻ സഹപാഠികളും സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും മറ്റ് അധ്യാപകരും സ്കൂൾ മുറ്റത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ വൻ ജനക്കൂട്ടമാണ് ഇപ്പോൾ കാണാനാകുന്നത്. 1 മണിക്കൂറിലേറെ പൊതുദർശനം നീണ്ടുപോകാനാണ് സാധ്യത. സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം മറ്റു 3 കുട്ടികൾ അയലും അഖിലും മാണിക്കും പഠിച്ച സേക്രഡ് ഹാർട്ട് സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷം 5 കുട്ടികളുടെയും 3 വീടുകളിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോകും. അവസാനം തറവാട്ട് വീട്ടിൽ 5 പേരുടെയും മൃതദേഹങ്ങൾ ഒരുമിച്ച് പൊതുദർശനത്തിന് വെച്ച ശേഷം അന്ത്യകുദാശ കർമ്മങ്ങൾക്ക് ശേഷം സെന്റ് അസീസി പള്ളി മുറ്റത്തായിരിക്കും സംസ്കാരം നടക്കുക. ഏകദേശം 5 മണിയോടുകൂടി സംസ്കാരം നടക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സംസ്കാരത്തിനുള്ള ചെലവുകൾ സർക്കാർ വഹിക്കുമെന്ന് നേരത്തെ തന്നെ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ പ്രഖ്യാപിച്ചിരുന്നു. പ്രജീഷ്, ജോഷ്ലയാണ് വിവരങ്ങൾ നൽകിയത്. ദില്ലിയിൽ ചേരുന്ന CPM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്നും തുടരും. കേരളത്തിലെയും പശ്ചിമബംഗാളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം PB വിലയിരുത്തുന്നു. ഇന്ന് ഉച്ചയോടെയാകും 2 ദിവസത്തെ പോളിറ്റ് ബ്യൂറോ യോഗം സമാപിക്കുക. വിശദാംശങ്ങളുമായി സന്തോഷ് സർലീൻ ചേരുന്നു. സന്തോഷ്, വിവരങ്ങൾ. പ്രജീഷ്, കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ആസാം, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമുള്ള ആദ്യ പോളിറ്റ് ബ്യൂറോ യോഗമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇന്നലെ ആരംഭിച്ച യോഗത്തിൽ 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ഒരു പ്രാഥമികമായ റിപ്പോർട്ട് അതാത് സംസ്ഥാനങ്ങൾ സമർപ്പിച്ചു. അതിന്മേൽ ചർച്ചകളിലേക്ക് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ പോളിറ്റ് ബ്യൂറോ യോഗങ്ങൾ കടക്കുകയും ചെയ്തു. പ്രധാനമായും കേരളത്തിൽ ഒരു മികച്ച വിജയം നേടാനായി കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാനത്ത് CPIM നേതൃത്വത്തിൽ ഇടതുപക്ഷം നടത്തിയ അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ
പ്രവർത്തനത്തിന്റെ ഫലമാണ് വിജയമെന്ന് യോഗത്തിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ ബഹുജന പങ്കാളിത്തം ഉറപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആസാം, പുതുച്ചേരി സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് വളർച്ച നേടാനായോ എന്നതാണ് ഇപ്പോൾ വിലയിരുത്തലിന് വിധേയമാക്കുന്നത്. കാരണം വിശാല സഖ്യം രൂപീകരിച്ചാണ് പശ്ചിമ ബംഗാളിൽ മത്സരിച്ചത്. ഇത് എത്രത്തോളം ഗുണം ചെയ്തു എന്നൊക്കെ പരിശോധിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ആസാമിലും സമാനമായ രീതിയിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി പോളിറ്റ് ബ്യൂറോ യോഗം സമാപിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സന്തോഷ് വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി ചർച്ച ചെയ്യാൻ RSS BJP യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. കുമ്മനം രാജശേഖരനും വി മുരളീധരനും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ശരിയായില്ലെന്ന് RSS കുറ്റപ്പെടുത്തി. സംസ്ഥാന തലത്തിലുള്ള പ്രചാരണത്തെ ഇത് ബാധിച്ചു. രാമൻപിള്ള, PP മുകുന്ദൻ എന്നിവരുടെ കഴിവുകൾ ഉപയോഗിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും RSSന്റെ വിമർശനം. വിശദാംശങ്ങളുമായി സമീർ വഴങ്ങോട് ചേരുന്നു. സമീർ, പല പിഴവുകളും ചർച്ചയിൽ ഉയർന്നു വരും. ശോഭാ സുരേന്ദ്രൻ അടക്കം ഉന്നയിച്ച തോൽവിയുടെ കാരണങ്ങൾ, അതുപോലെ സമാന രീതിയിലുള്ള ഒട്ടേറെ പിഴവുകൾ, BDJSുമായിട്ടുള്ള സഖ്യത്തിൻ്റെ ഒക്കെ തന്നെ ഗുണഫലം, ഒപ്പം തന്നെ എന്തൊക്കെ വിഷയങ്ങളായിരിക്കും ഇന്നത്തെ ചർച്ചയിൽ വരിക? ആരാണ് നേതൃത്വം നൽകുന്നത്? പ്രതീക്ഷ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള അവലോകന യോഗമാണ് കൊച്ചിയിൽ ആരംഭിച്ചിരിക്കുന്നത്. BJP അതോടൊപ്പം തന്നെ RSSന്റെയും സംഘപരിവാർ സംഘടനകളുടെയും ദേശീയ സംസ്ഥാന നേതാക്കളാണ് പങ്കെടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ചർച്ച ഏറെ നീണ്ടു നിൽക്കും. ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഇന്ദിരാഗാന്ധി അധികാരമൊഴിഞ്ഞൊരു 20 മാസക്കാലം കേന്ദ്രത്തിലും കേരളത്തിലും പ്രതിപക്ഷമായിരുന്ന ഒരു കാലഘട്ടം ഒഴിച്ചാൽ ഒന്നുകിൽ ഇവിടെ കേരളത്തിൽ ഭരണമുണ്ടാകും, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരണമുണ്ടാകും. അപ്പോൾ കേന്ദ്രത്തിലും കേരളത്തിലും ഭരണമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കുന്ന ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ള തികഞ്ഞ ബോധ്യം എനിക്കുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കും, ഒരു ശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കും. ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങളോട് പൂർണ്ണമായും സഹകരിക്കും. ഗവൺമെൻറ് തെറ്റുകളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കും. ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ശക്തമായ നിലപാടുകളായിരിക്കും പ്രതിപക്ഷം എന്നുള്ള നിലയിൽ UDFും കോൺഗ്രസ് പാർട്ടിയും സ്വീകരിക്കാൻ പോകുന്നത്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ, പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. ഉമ്മൻചാണ്ടി സ്ഥാനമൊഴിഞ്ഞ് ഇതുകൊണ്ടാണ് എനിക്കിങ്ങനൊരു സ്ഥാനലബ്ധി ലഭിച്ചത്. അത് കേരളത്തിലെ കോൺഗ്രസിലുണ്ടായിട്ടുള്ള ഒരു പുതിയ അധ്യായമാണ്. ഗ്രൂപ്പ് വഴക്കുകളുടെയും തമ്മിലടിയുടെയും ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങളുടെയും ഒരു കാലം കേരളത്തിലെ കോൺഗ്രസിൽ അവസാനിക്കുകയാണ്. കേരളത്തിൽ 12-13 വർഷക്കാലം നേതൃത്വത്തിൽ AK ആന്റണിക്ക് ശേഷം ഇരുന്ന ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനത്തേക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും അതേ തുടർന്ന് അദ്ദേഹം എൻ്റെ പേര് നിർദ്ദേശിക്കുകയുമാണ് ഉണ്ടായത്. ഇത് കേരളത്തിലെ കോൺഗ്രസിൽ അസാധാരണമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം ഗ്രൂപ്പ് വഴക്കുകളുടെ, ഗ്രൂപ്പ് മത്സരങ്ങളുടെയും കിടമത്സരങ്ങളുടെയും സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ സന്ദേശം ഇതിലൂടെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് നൽകിയിരിക്കുകയാണ്. ഏകണ്ഠമായി എന്നെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായി തിരഞ്ഞെടുത്തതും അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആ സന്ദേശം മറ്റാരേക്കാൾ ഉൾക്കൊള്ളേണ്ടത് ഞാനാണ്. കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഗ്രൂപ്പുകളുടെ അതിപ്രസരമില്ലാതെ ഏകാഭിപ്രായത്തോടു കൂടി കാര്യങ്ങൾ
മുന്നോട്ട് കൊണ്ടുപോകാനും കേരളത്തിലെ കോൺഗ്രസിനെ ഏകശിലാ വിഗ്രഹം പോലെ കാത്തു സൂക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും ഗ്രൂപ്പുകൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായ ശേഷവും അത്തരമൊരു വിലയിരുത്തൽ മാധ്യമങ്ങൾ നടത്തിയിട്ടുമില്ല. അപ്പോൾ ഇനിയും ഗ്രൂപ്പ് മത്സരങ്ങളുടെ കാലഘട്ടം അവസാനിപ്പിക്കേണ്ടതായിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ വെല്ലുവിളികളെ നേരിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഉമ്മൻചാണ്ടി കാണിച്ച ആ മാതൃക, അതിൻ്റെ പൂർണ്ണമായ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് കൂടുതൽ ഊർജ്ജസ്വലമായും കേരളത്തിലെ UDF കൂടുതൽ ക്രിയാത്മകമായും മുന്നോട്ട് നയിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾ UDFന് നൽകി വരുന്ന പിന്തുണ അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ പ്രതീക്ഷകൾക്കും അവരുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ എൻ്റെ ചുമതല. നിങ്ങളുടെയും കേരളത്തിലെ ജനങ്ങളുടെയും സഹകരണത്തോടെ അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുക വേണ്ടിയായിരിക്കും ഞാൻ ശ്രമിക്കുന്നത്. KPCC പ്രസിഡൻ്റായി ഞാൻ 8.5-9 വർഷക്കാലം പ്രവർത്തിച്ച ഒരാളാണ്. ആ കാലഘട്ടത്തിൽ പാർട്ടിയെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്തിക്കാൻ ഞാനും സഹപ്രവർത്തകന്മാരും നടത്തിയ കഠിനാധ്വാനം ഞാൻ ഓർക്കുന്നു. ശ്രീ ബഹുമാന്യനും ആദരണീയനുമായ ശ്രീ K. കരുണാകരൻ ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ടുപോയ സന്ദർഭത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും സോണിയാഗാന്ധിയും എന്നെ KPCC പ്രസിഡന്റ് ചുമതല ഏൽപ്പിച്ചത്. അവിടെ നിന്ന് കേരളത്തിലെ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കാൻ ഉമ്മൻചാണ്ടിയും ഞാനും കേരളത്തിലെ ലക്ഷോപലക്ഷം കോൺഗ്രസ് പ്രവർത്തകരും പ്രയത്നിക്കുകയുണ്ടായി. ഇനിയുള്ള ദിവസങ്ങൾ തീർച്ചയായും പോരാട്ടത്തിൻ്റെയും വെല്ലുവിളിയുടേതുമായ ഒരു കാലഘട്ടമാണ്. ആ പോരാട്ടം ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ UDFനെ ശക്തിപ്പെടുത്തുവാനും UDFൻ്റെ കോൺഗ്രസിൻ്റെയും നഷ്ടപ്രതാപങ്ങൾ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞാബദ്ധമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന LDF ഗവൺമെൻറ്റിനെ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ. അടിമകളാക്കപ്പെട്ട പെൺകുട്ടികളെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ ഓൺലൈനിലൂടെ വിൽക്കാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ട്. സംഘടനയുടെ മൂലധനം ഉയർത്തുന്നതിനാവശ്യമായ പണം ലഭിക്കുന്നതിനാണ് ഓൺലൈൻ വാണിഭമെന്നും റിപ്പോർട്ട്. ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയുടെ 5 ദിവസത്തെ വിദേശ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മൊറോക്കോ, ടുണീഷ്യ എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുക. ഹൂസ്റ്റണിലുണ്ടായ വെടിവെപ്പിൽ അക്രമി ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു. 6ഓളം പേർക്ക് പരിക്കേറ്റു. ഒരാഴ്ചയ്ക്കിടെ മെഡിറ്ററേനിയൻ തീരത്തുണ്ടായ 3 കപ്പൽ ദുരന്തങ്ങളിൽ 700-ലധികം അഭയാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി UN വാർത്താ ഏജൻസി.